അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് ഞാനൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു പൊട്ടാറ്റോ പ്ലസ് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു 5 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അതും ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 സബോള, 1 മുളക്, പിന്നെ കുറച്ച് മല്ലിയിലയും ബ്രെഡ് ക്രംസും. ഇത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം ആ വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ നന്നായി മാഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, മല്ലിയില ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഞാൻ പൊടികളാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ അവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാൻ അവിടെ ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാൻ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് വളരെ കുറച്ച് ഉപ്പ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ പൊട്ടാറ്റോ വേവിച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. ഞാൻ അവിടെ മൈദപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മുക്കി പൊരിക്കാവുന്ന വിധത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും മുട്ടയിൽ മുക്കിയിട്ടാണ് ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ടാണ് പൊരിക്കാറ്. ഞാൻ അവിടെ തൽക്കാലം മൈദയിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വെക്കാം. നമ്മൾ ഈ പൊട്ടാറ്റോ മിക്സ് നന്നായിട്ട് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ തന്നെ വെച്ചിട്ട് ഫ്ലാറ്റൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ. എഗ്ഗ് പുറത്തേക്ക് പോകാണ്ട് നോക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പീസ് എഗ്ഗ് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനൊരു ചെറിയ പീസ് എഗ്ഗ് എടുത്തിട്ട് അതിൽ കവർ ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ടാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ആക്കാം, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് പക്ഷേ എങ്ങനെ പോയാലും ഈ എഗ്ഗ് പുറത്ത് വരാതെ നോക്കണം. കാരണം എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് നന്നായിട്ട് മൈദയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സംഭവം പൊരിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള മിക്സും അതുപോലെ തന്നെ ഇങ്ങനെ കവർ ചെയ്തെടുത്ത് വെച്ചു. ബാക്കിയുള്ള പൊട്ടാറ്റോ മിക്സ് ഞാൻ അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. ഇത് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഓയിലിട്ടിട്ട് നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. സംഭവം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം ടേസ്റ്റിയാണ്, സിമ്പിളാണ്. വലിയ നമ്മൾ ഓയിലിൻ്റെ ആവശ്യം വെറും ഫ്രൈ ചെയ്യുമ്പോഴേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. So guys, thank you for watching my video. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷെയർ ദ വീഡിയോ. അസ്സലാമു അലൈക്കും.